എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വരയ്ക്കാനെടുത്ത ഒരു ചിത്രമാണ് കേട്ടോ ഇത്. വാട്ടർ കളറാണ്. പക്ഷേ ഔട്ട്ലൈനൊക്കെ ഇട്ട് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വരയ്ക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ കയ്യിൽ ഫൈനായിട്ടുള്ള ബ്രഷസ് ഇല്ലാത്തതുകൊണ്ട് പിരിവും കണ്ണും ഒന്നും എത്ര ചെയ്തിട്ടും കൂടെ നേരെ ആവുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കളർ പെൻസിൽസും ഒക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടൊരു മെനയില്ല എന്ന് പറയുന്ന പോലെ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആ ഫേസ്. വരയ്ക്കാനെടുത്ത റെഫറൻസ് അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു പടമായതുകൊണ്ടായിരിക്കണം അങ്ങനെ തോന്നുന്നത്. എന്തായാലും ഈ ഫേസ് ഇത്രയും ചെയ്ത ശേഷം ഞാനിനി ഇത് തുടർന്ന് വരയ്ക്കുന്നില്ല, പെയിൻറ്റ് ചെയ്യുന്നില്ല എന്ന് കരുതി ഇത് മാറ്റി വെച്ചിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിതൊരു 2 ആഴ്ച മുന്നെയാണ് വരയ്ക്കാൻ തുടങ്ങിയത്. പക്ഷേ എനിക്കെന്തോ അത്ര തൃപ്തി വരാത്തതുകൊണ്ട് ഇനി ഇത് വേണ്ടാന്ന് കരുതി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഡ്രോയിങ്ങാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഈ ഫോണിൽ തന്നെ ആയതുകൊണ്ട് എൻ്റെ ഫോൺ മെമ്മറി പെട്ടെന്ന് ഫുള്ളാവും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് വേണ്ടാത്തതൊക്കെ എടുത്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ എടുത്ത കൂട്ടത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് പിന്നെ എന്തോ അത്രയും ചെയ്ത് വെച്ചതല്ലേ എന്ന് തോന്നിയപ്പോൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് തോന്നി. ഡിലീറ്റ് ചെയ്യാൻ വന്നതാണേ ഞാൻ, പക്ഷേ എങ്കിലും ഒന്നുകൂടെ നോക്കാം എന്ന് കരുതി വെറുതെ ഒന്നെടുത്ത് വെച്ച് വീണ്ടും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ സത്യം പറയാമല്ലോ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. റെഫറൻസിൻ്റെ അയലത്തൂടെ പോയിട്ടുള്ളെങ്കിലും എന്തോ എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട്. കാണുമ്പോൾ നല്ലതായിട്ട് പെർഫെക്ഷനൊക്കെ കുറവുണ്ടെങ്കിലും ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു പടമായതുകൊണ്ടും അത് ഡിലീറ്റ് ചെയ്യാതെ വീണ്ടും എടുത്തൊന്ന് പണിഞ്ഞ് ഇത്രയൊക്കെ ആക്കിയല്ലോ എന്നൊരു പ്രൗഡ് ഫീൽ എനിക്ക് തോന്നി കേട്ടോ. അത്യാവശ്യം കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.